തൃക്കാർത്തിക ഡിസംബർ 4 വൃശ്ചികമാസം 18-ാം തീയതി വ്യാഴാഴ്ച. വൃശ്ചികമാസത്തിലെ ശുക്ലപക്ഷത്തിലെ കാർത്തിക നാളിലാണ് ഇത് കൊണ്ടാടുന്നത്. ദീപാലങ്കാരമാണ് പ്രധാന ഘടകം. വീടും പരിസരവും വൃത്തിയാക്കി ചിരാതുക കത്തിച്ചു വെച്ച് അലങ്കരിക്കുന്നു. വീട്ടുമുറ്റത്ത് കോലം വരച്ച് ചിരാത് കത്തിച്ചു വെക്കുന്ന സമ്പ്രദായവും ഉണ്ട്. ഈ സമ്പ്രദായം തമിഴ്നാട്ടിൽ മാത്രമേ കാണുന്നുള്ളൂ. സുബ്രഹ്മണ്യൻ ജനിച്ച ഉടനെ തന്നെ സ്തമ്യപാനം ചെയ്യിക്കുന്നതിനായി കൃതികൾ എന്നു പേരുള്ള 6 ദേവിമാർ വന്നു എന്നും 6 പേരുടെയും സ്തനങ്ങൾ പാനം ചെയ്യുവാനായി സുബ്രഹ്മണ്യൻ 6 മുഖങ്ങൾ ഉണ്ടാവുമെന്നും അതിനാൽ ശഭാനനൻ എന്ന നാമം ലഭിച്ചു എന്നതാണ് പുരാണകഥ. എന്നാൽ മറ്റൊരു കഥയും പറയുന്നുണ്ട്. ശിവ തേജസ് 6 അഗ്നിഗോളങ്ങൾ പോലെ ജ്വലിക്കുന്ന തേജസ്സായി ഉത്ഭവിച്ചുവെന്നും പ്രപഞ്ചം തന്നെ തിളച്ചുമറിയാൻ ആരംഭിച്ചപ്പോൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അഗ്നിദേവനും വായുദേവനും കൂടി ഇതിനെ ശരവണ പൊയ്കയിൽ വിക്ഷേപിച്ചു എന്നുമാണ് മറ്റൊരു കഥ. കൃത്തികമാരാൽ സന്യപാനം ചെയ്യിക്കപ്പെട്ടതിനാലാണ് കാർത്തികേയൻ എന്ന പേര് കിട്ടിയത്. ആ കൃത്തികമാർ ആകാശത്തിൽ ഒത്തുകൂടി കാർത്തിക നക്ഷത്ര സമൂഹമായി പ്രകാശിക്കുന്നു. സുബ്രഹ്മണ്യന് ദേവസേനാധിപത്യം ലഭിച്ചതും ഈ നാളിലാണെന്ന് പറയപ്പെടുന്നു. ഓരോ ആചാരങ്ങൾക്കും അതിൻ്റെതായ പവിത്രതയും ആത്മീയതയും ഉണ്ട്. ഈ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലും ആത്മീയതയും പരിശുദ്ധിയും പവിത്രതയും വന്നുചേരുന്നു. ദേവീക്ഷേത്രങ്ങളിൽ കാർത്തിക വിളക്ക് അതിപ്രാധാന്യമുള്ളവയാണ്.